പരീക്ഷക്കാലം ഇത് ആരംഭിക്കുകയായി. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉപകാരമാകുന്ന ചില ടിപ്പുകൾ. ആദ്യമായി പറയാനുള്ളത് ആരും കാര്യമായി ശ്രദ്ധിക്കാത്ത ഉറക്കത്തെക്കുറിച്ചാണ്. ഏറ്റവും നല്ല ഉറക്കസമയം രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെയാണ്. 8 മണിക്കൂർ ഉറക്കം. പക്ഷേ പരീക്ഷ അടുക്കുമ്പോൾ പഠിച്ചു തീരുന്നില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ഇനി പറയാനുള്ളത് ഭക്ഷണത്തെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത്. സ്കൂൾ അസംബ്ലിയിൽ കുട്ടികൾ തലചുറ്റി വീഴുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. രാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികളാണ് ഇത്. പരീക്ഷയ്ക്ക് നല്ലതുപോലെ എഴുതാൻ കഴിയണമെങ്കിൽ ആരോഗ്യവും അതുപോലെ നന്നായിരിക്കണം. മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോഷണം നിലനിർത്താൻ കുട്ടികൾ ഇനി പരീക്ഷ കഴിയുന്നതുവരെ ഓരോ ഗ്ലാസ് പാൽ കുടിച്ചോളൂ, ഒരു ദിവസം ഒരു കോഴിമുട്ട, ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയത് എന്നിവ ആകാം. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പൊറോട്ട, ബീഫ്, മറ്റ് ജങ്ക് ഫുഡ് എന്നിവ പരീക്ഷ കഴിയുന്നതുവരെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെറുപയർ രാവിലെ പുട്ടിന്റെ കൂടെയോ ഉച്ചക്കോ രാത്രിയോ ഒരു നേരം കഴിക്കുന്നതും ഓർമ്മശക്തി നിലനിർത്താൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇലക്കറികൾ ഒരു ശീലമാക്കുന്നത് കണ്ണിന് വളരെയധികം നല്ലതാണ്. ഇനി അവധി ദിവസങ്ങളിൽ പഠിക്കാനിരിക്കുമ്പോൾ ഒറ്റയിരിപ്പിന് മണിക്കൂറുകളോളം പഠിക്കാൻ പാടില്ല. ഒരു 45 മിനിറ്റ് പഠിത്തം നിർത്തി, ഒന്ന് എഴുന്നേറ്റ് കൈകൾ ഒന്ന് നിവർത്തി, ഒന്ന് ചെറുതായി എക്സസൈസ് ചെയ്ത് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വേണം വീണ്ടും പഠനം തുടരാൻ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയവും ഈസി ആയിട്ടുള്ള വിഷയവും ഇടകലർത്തി പഠിക്കുന്നത് നന്നായിരിക്കും. കുട്ടി ഒരു മുറിയിലിരുന്ന് പഠിക്കുമ്പോൾ അടുത്ത മുറിയിൽ ഉച്ചത്തിൽ ടിവി ഓൺ ചെയ്തോ മറ്റോ കുട്ടിയുടെ ശ്രദ്ധ തെറ്റിക്കാതെ നോക്കേണ്ടത് രക്ഷിതാവിന്റെ കടമയാണ്. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള സൂത്രവാക്യങ്ങളും പേരുകളോ ഒരു പേപ്പറിൽ എഴുതി കുറച്ചു വലുതാക്കി സ്കെച്ച് പെൻസിൽ കൊണ്ടോ മറ്റോ എഴുതി ഭിത്തിയിൽ ഒട്ടിച്ചുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കി കാണാതെ പഠിക്കാൻ ഉപകരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക.